അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ത്വഹാ ഹുസൈനിൻ്റെ പാഠഭാഗത്തിലെ രണ്ടാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ അലാഹാമിഷു സീറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ അൽ യതീം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില കാര്യവുമാണ് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫീലിലൂടെ ഈ അബ്രഹത്ത് തൻ്റെ ആനപ്പടയുമായിട്ട് കാബയെ തകർക്കാൻ വരുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അബാബിൽ പക്ഷികളെ അയച്ചുകൊണ്ട് അബ്രഹത്തിൻ്റെ ആനപ്പടയെ തുരത്തുന്ന ഒരു ചരിത്ര സംഭവം. ആ ചരിത്ര സംഭവത്തെ തുടർന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ആ ചരിത്ര സംഭവത്തോടു കൂടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു സഹായം അത് ഖുറൈശികളുടെയും അതുപോലെ തന്നെ മക്കക്കാരുടെയും കാബയുടെയും എല്ലാം പവിത്രതയെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിജയത്തോടു കൂടെ ആ മക്കക്കാർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. അതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു തുടങ്ങുന്നത്. അഥവാ ഈ ഒരു ആനക്കലഹത്തിൻ്റെ തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു ചരിത്ര സംഭവം ഈ പറഞ്ഞു തുടങ്ങുന്നത്. കഥ അഹ്ലു മക്ക, ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് പറയാം. കഥ അഹ്ലു മക്ക അയ്യാമവും ഫരിഹൈന മുബ്തജിഹീന. അഹ്ലു മക്കക്കാർ അവരുടെ ദിവസങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ കഴിച്ചുകൂട്ടി. അവരിൽ അഹങ്കാരം നിറഞ്ഞിരുന്നു. അവരുടെ അഹങ്കാരത്തിന് ആ ഒരു വിജയം, ആ ഒരു യുദ്ധത്തിലുണ്ടായിരുന്ന വിജയം അവർക്ക് അഹങ്കാരം കൂട്ടിക്കൊടുത്തു. അവർ രാവിലെയായി കഴിഞ്ഞാൽ ആ ആനക്കലഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഇനി വൈകുന്നേരമായി കഴിഞ്ഞാലോ അവർ ഹബഷയുടെ പരാജയത്തെക്കുറിച്ചും സംസാരിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കച്ചവടങ്ങളെ തൊട്ടും അവർക്ക് ഉപകാരമുള്ള അവരുടെ കാര്യങ്ങളെ തൊട്ടും അവർ തിരിഞ്ഞു കളഞ്ഞു. അവർ എപ്പോഴും ഈ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ വലിയൊരു ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ കാബയുടെയും അതുപോലെ തന്നെ മക്കക്കാരുടെയും പവിത്രയെ സൂചിപ്പിക്കുന്ന ഈ ഒരു വലിയ സംഭവം അറബികളെല്ലാം കേട്ടു തുടങ്ങി. അങ്ങനെ ഇത് കാരണത്താൽ ഈ കാബയുടെ ചുറ്റും താമസിക്കുന്ന ഖുറൈശികൾക്ക് ഇതിലൂടെ വലിയൊരു സ്ഥാനം അറബികൾക്കിടയിൽ ഉണ്ടായി. അറബികൾക്ക് ഖുറൈശികളോട് വലിയൊരു ബഹുമാനവും സ്നേഹവും എല്ലാം ഉണ്ടായി തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കക്കാരുടെ അടുക്കലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അവരിൽ നിന്ന് വിദൂരമായിട്ടുള്ള തിഹാമയിലും നജിദിലും ഹിജാസിലുമുള്ള ആളുകൾക്കും അവരോട് പ്രത്യേകമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായി തുടങ്ങി. പക്ഷേ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു വലിയ ആർഭാടത്തിലും അഹങ്കാരത്തിലും സന്തോഷത്തിലും ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഷെയ്ഖ് അവിടെ ഉണ്ടായിരുന്നു. ഖുറൈശികളിൽ നിന്നുള്ളൊരു ഷെയ്ഖ്, അദ്ദേഹത്തിന് ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ ഒരു വിജയം വലിയ അഹങ്കാരം ഉണ്ടാക്കി തീർത്തിട്ടില്ല. മറിച്ച് ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് ചുറ്റുമുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ജനങ്ങളെല്ലാം ഈ ഒരു അഹങ്കാരത്തിലായിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയൊരു വിഷമത്തിനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. ആരായിരുന്നു ആ ഷെയ്ഖ് എന്ന് നിങ്ങൾക്കറിയോ? അത് അബ്ദുൽ മുത്തലിബായിരുന്നു. അബ്ദുൽ മുത്തലിബിന് ഹാഷിമായിരുന്നു ആ ഷെയ്ഖ്. അതുപോലെ തന്നെ ഖുറൈശികളിൽ നിന്നുള്ളൊരു സ്ത്രീ, ആ സ്ത്രീക്കും ഇങ്ങനെ ഒരു അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീ ഒരിക്കലും പിഴച്ചു പോയിട്ടുമില്ല. മക്കയിലുള്ള ഖുറൈശികളിലായിട്ടുള്ള യുവതികളൊക്കെ ചെയ്യുന്ന പോലെ അധികം അണിഞ്ഞുരുങ്ങി നടക്കുന്ന സ്വഭാവം ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല. ദുനിയാവിൻ്റെ എല്ലാ അനുഭൂതികളിൽ നിന്നും ആനന്ദങ്ങളിൽ നിന്നും ആ സ്ത്രീ ഒഴിവായി നിന്നിരുന്നു. അവൾ എപ്പോഴും തൻ്റെ ഏകാന്തതയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഏകാന്തതയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നു. നീ അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവളിൽ പ്രത്യേകമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു സന്തോഷമോ എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു ദുഃഖമോ നിനക്ക് കാണാൻ കഴിയുകയില്ല. മറിച്ച് ബൈന അഥവാ സന്തോഷവുമില്ല ദുഃഖവുമില്ല, അതിനിടയിലുള്ള ഒരു മധ്യ നിലപാടായിരുന്നു ആ സ്ത്രീക്കുണ്ടായിരുന്നത്. അവളോട് സംസാരിക്കുമ്പോൾ നിനക്ക് നിൻ്റെ നിരാശയുടെ വേദനകളിൽ നിന്ന് ഒരു റാഹത്ത് നിനക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിൻ്റെ അമിതമായിട്ടുള്ള പ്രതീക്ഷകളിൽ നിന്നുള്ള ആ മത്തിൽ നിന്ന് നിന്നെ തിരിച്ചു കളയുകയും ചെയ്യും. ആരായിരുന്നു അഥവാ നിനക്കെന്താണ് കൂടുതൽ പ്രതീക്ഷകളുള്ള നിന്റെ ജീവിതം, ആ ജീവിതം വേണ്ട എന്ന് നിനക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അധികം നിരാശയില്ല, റാഹത്തായിട്ടുള്ളൊരു അനുഭൂതി നിനക്ക് ലഭിക്കും. ആ സ്ത്രീ ആരായിരുന്നു? അത് ആമിന ബിൻതു വഹബ്, ആമിന റളിയല്ലാഹു അൻഹയായിരുന്നു ആ സ്ത്രീ. മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് സുമിയുഷ്രിഖുൽ ഫജ്റു, പിന്നീട് പ്രഭാതം പൊട്ടി വിളർന്നു. സൂര്യൻ അതിൻ്റെ തട്ടത്തെ ആ മക്കയുടെ മണൽത്തരികളിലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പർവ്വതങ്ങളിലും അതിൻ്റെ തട്ടത്തെ സൂര്യൻ വിരിച്ചു. പിന്നീട് ദുഹാ സമയമായി. ജനങ്ങൾ അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരുന്നു. എല്ലാ രാത്രികളും അശ്രദ്ധരായിക്കൊണ്ട് അജ്ഞരായിക്കൊണ്ട് അവർ തീർത്തു. അവരൊന്നും അറിയുന്നില്ല, അവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവരൊന്നും അറിയുന്നില്ല. അവരെ തൊട്ട് ആ മറയെങ്ങാനും നീക്കപ്പെട്ടിരുന്നുണ്ടെങ്കിൽ അവരെല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങൾക്കും ഒരു കതിറാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ ദൃഷ്ടാന്തത്തെ വെളിവാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് അത് മറച്ചു വെക്കുകയും ചെയ്യും. ഈ ഒരു അവസരത്തിൽ അബ്ദുൽ മുത്തലിബ് ആണെങ്കിലോ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വരവിൻ്റെയും ആ ഒരു സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമയത്ത് അബ്ദുൽ മുത്തലിബ് ആണെങ്കിലോ ജാലിസുൻ ഫിൽ ഹജർ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ എന്താണ് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹജർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ കാബയുടെ അടുത്തിരിക്കുകയാണ്, രണ്ടർത്ഥവും വെക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളും അതുപോലെ തന്നെ ഖുറൈശികളിൽ നിന്നുള്ള ഒരു സംഘവുമുണ്ട്.
ഈ ചുറ്റും കൂടിയ ആളുകളൊക്കെ അവർ സാധാരണ സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അബ്ദുൽ മുത്തലിബ് ആണെങ്കിലോ അബ്ദുൽ മുത്തലിബ് അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹം അതിനെ തൊട്ടൊക്കെ സ്വയം തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പയായിട്ടുള്ള അബ്ദുള്ളയെ കുറിച്ചാണ്. അദ്ദേഹം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ വഫാത്തായിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്താണ് അബ്ദുൽ മുത്തലിബ് തൻ്റെ നഷ്ടപ്പെട്ട അബ്ദുള്ള എന്ന മകനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അബ്ദുള്ളയെ മറക്കാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിലേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വളരെ ധൃതിയിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ആ വന്ന ആൾ സലാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനോട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ വന്ന ആൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആശ്വാസം നൽകി. അദ്ദേഹത്തിന് തോന്നിപ്പോയി അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല പകരം നൽകിയതാണ്. അദ്ദേഹത്തിൻ്റെ ദുരിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ഒരു കൂട്ടിനെ നൽകിയതാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരാശ്വാസം നൽകിയതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അത് അബ്ദുള്ളയുടെ മകനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആ വന്ന ആൾ പറഞ്ഞു, അതെ, അബ്ദുള്ളയുടെ മകൻ തന്നെയാണ്, ആമിന ബീവി പ്രസവിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് എണീച്ചു. അദ്ദേഹത്തോട് കൂടെ അദ്ദേഹത്തിൻ്റെ മക്കളും എഴുന്നേറ്റുകൊണ്ട് അവർ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വീടും ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ വളരെ ധൃതിയോട് കൂടെ നടന്നു. അവർ മറ്റൊരു കാര്യത്തിലേക്കും അവർ തിരിഞ്ഞില്ല. ആമിന ബീവിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ നടന്നു. അങ്ങനെ ആ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബ് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സമാധാനം ഇറക്കി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കി കൊടുത്തു. ഒരുപാട് കാലമായി അദ്ദേഹം സന്തോഷിച്ചിട്ട് ആ ഒരു സന്തോഷത്തിലേക്കും ആശ്വാസത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ മടക്കി കൊണ്ടുവന്നതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന അദ്ദേഹം കേൾക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും നിഷേധിച്ചില്ല. അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. ഒന്നിനെയും അദ്ദേഹം ഒന്നും എതിർത്ത് പറഞ്ഞില്ല. അദ്ദേഹം എന്തോ കാത്തിരിക്കുന്നത് പോലെ. പിന്നീട് ആ കുട്ടിയെ അദ്ദേഹം ഉയർത്തി. അദ്ദേഹം അബ്ദുൽ മുത്തലിബ് ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ട് ആ കുട്ടിയെ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നു. അന്നേരം ആമിന റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് ഉറക്കത്തിൽ ഒരാൾ ഉറക്കത്തിൽ എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു ഈ കുട്ടിക്ക് അഹമ്മദ് എന്ന് പേരിടാൻ. അന്നേരം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അഹമ്മദ് ആണെങ്കിലും മുഹമ്മദ് ആണെങ്കിലും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് എന്ന് അബ്ദുൽ മുത്തലിബ് തിരിച്ചു മറുപടി പറയുകയും ചെയ്തു. പിന്നീട് അവസാന പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ മുഹദ്ദിസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളോട് പറയുകയാണ്, ഫഖസാം അവരൊക്കെ പറയുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് ആ ദിവസം അവിടെ നിന്ന് പുറപ്പെടുകയും അഹ്ലു മക്കക്കാർക്ക് വേണ്ടി ഒരുപാട് ഒട്ടകങ്ങളെ അറക്കുകയും ചെയ്തു. ഈ മല തായ്വരയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മല മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ജനങ്ങളും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളും എല്ലാം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒട്ടകങ്ങളെ അറുത്തു എന്ന് അവർ പറയുന്നു. കാരണം അദ്ദേഹം പറയുന്നു, അപ്പോൾ അബ്ദുൽ മുത്തലിബ് ആ ദിവസമായിരുന്നോ അത് ജനങ്ങൾക്ക് നിഅമത്തും അതുപോലെ തന്നെ മൃഗങ്ങൾക്കെല്ലാം നിഖമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹമില്ലായ്മ. അപ്പോൾ ജനങ്ങൾക്കെല്ലാം നല്ലത് കൊടുത്താണ്ട് അതുപോലെ തന്നെ ഒട്ടകങ്ങൾക്ക് എന്താണ് ഒരു അനുഗ്രഹമില്ലാത്തതുമായിരുന്നോ അത് എന്ന് പറയുന്ന ഒരു ചോദ്യമായിട്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്, ഈ ഒരു താരീഖിന്റെ ഭാഗം അവസാനിക്കുന്നത്. അവസാനമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം ചോദ്യം, അമ്മാ കാനത്തെ ഹദത്തു അഹ്ലു മക്ക സുബഹ മൻസാ, രാവിലെയും വൈകുന്നേരം അവരെന്താണ് സംസാരിച്ചിരുന്നത്? രാവിലെ ആണെങ്കിൽ അവരെന്ത് സംസാരിക്കും? ഹദീസുൽ ഫീലിനെ കുറിച്ച് സംസാരിക്കും. വൈകുന്നേരമാണെങ്കിലോ ഇൻഹിസാമുൽ ഹബഷയുടെ പരാജയത്തൊട്ട് അവർ സംസാരിക്കും. അതുപോലെ തന്നെ രണ്ടാമതാണെങ്കിലോ മൻ ഖാൻ അബ്ദുൽ മുത്തലിബ് ആരായിരുന്നു? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജദ്ദായിരുന്നു. അതേപോലെ തന്നെ ഖുറൈശികളുടെ ഷെയ്ഖുമായിരുന്നു. അതുപോലെ തന്നെ വലിമാ ഖാൻ നാസു യതമിഊന ഹൗലഹു, എന്തിനായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തിനോട് ചുറ്റും ഒരുമിച്ച് കൂടുന്നത്? അദ്ദേഹം നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് ചുറ്റും ഒരുമിച്ച് കൂടും. അതുപോലെ തന്നെ അതേപോലെ തന്നെ ജനങ്ങളുടെ പതിവ് സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു വിഷമത്തിലാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മകന്റെ വിയോഗത്തിൽ ആ ഒരു ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടാം. അങ്ങനെയൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് ഫീമാ ഖാൻ യഫ്കുറു അബ്ദുൽ മുത്തലിബ് വഹുവ ജാലിസുൻ വയസ്മഉ ഇലന്നാസി, ജനങ്ങളെ കേൾക്കുകയും അദ്ദേഹം ആ ജനങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഏതൊരു കാര്യത്തിലായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ ചിന്തയുണ്ടായിരുന്നത്? അബ്ദുൽ മുത്തലിബ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ മകൻ അബ്ദുള്ളയെ കുറിച്ചുള്ള വേദനയുടെ ചിന്തയിലായിരുന്നു അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നത്. കൈഫ അറഫ അബ്ദുൽ മുത്തലിബ് അൻ വിലായത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ജനനത്തെക്കുറിച്ച് എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് അറിഞ്ഞത്? അബ്ദുൽ മുത്തലിബ് ഒരു സന്തോഷവാഹകൻ, ഒരു ദൂതൻ എന്ന് പറയുമ്പോഴാണ് അബ്ദുൽ മുത്തലിബ് അത് അറിയുന്നത്. അയിന കാനത്ത് ആമിനത്തു അംദ വിലായത്തി മൗലൂദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് ആമിന ബീവി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ആമിന ബീവി മഹദിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആറാമതായിട്ട് മനിക് തറഹ ഇസ്മ അഹമ്മദ് ലിൽ മൗലൂദി, മൗലൂദിന് അഹമ്മദ് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് ആമിന ബീവിയാണ് നിർദ്ദേശിക്കുന്നത്. സ്വപ്നത്തിൽ എനിക്കൊരാൾ ഇങ്ങനെ വന്ന് പറയുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട്
ആമിന ബീവിയാണ് അഹമ്മദ് എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത്. ലിമാദ നെഹർ അബ്ദുൽ മുത്തലിബ് അലിബില, എന്തിനാ അബ്ദുൽ മുത്തലിബ് ഒട്ടകങ്ങളെ അറുത്തത്? അബ്ദുൽ മുത്തലിബ് അത് ആളുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകൾക്ക് വേണ്ടി മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്ക് വേണ്ടി ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അബ്ദുൽ മുത്തലിബ് അത് അറുത്തത്. ജബലിൻ്റെ അടിയിലുള്ളവർക്കും അതേപോലെ തന്നെ ഷുഅബിനും അതുപോലെ തന്നെ ജബലിൻ്റെ മുകളിലുള്ള ആളുകൾക്കും എല്ലാവർക്കും ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അബ്ദുൽ മുത്തലിബ് ഒട്ടകങ്ങളെ അറുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാതാ ഫഅല അബ്ദുൽ മുത്തലിബ് ബഅദ റുയതി മൗലൂദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത്? അതിന് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഉയർത്തുകയും ചുംബിക്കുകയും എന്നിട്ട് ഞാൻ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഹൽ അജബത് ഹാദിൽ കിസ്സ, നിന്നെ ഈ കിസ്സ ഇഷ്ടപ്പെടുത്തിയോ? അതിൻ്റെ അസ്ബാബുകൾ പറയുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സബബുകൾ ഇതെന്താണ്, വളരെ സരളമായിട്ടുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ല രീതിയിൽ ഇത് കഥ പറഞ്ഞു പോയിട്ടുണ്ട്. ആ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇനിയുടെ കുറച്ച് അൽഫാദുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മാന മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോവുക, ദിവസങ്ങൾ കഴിഞ്ഞു പോവുക. യത്തലാക്കറു പറഞ്ഞാൽ സംസാരിക്കുക. യഷ്ഒലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തോട്ട് വ്യാപൃതനാകുക. അതുപോലെ തന്നെ യസ്രിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തോട്ട് തിരിഞ്ഞു കളയുക. ദന എന്ന് പറഞ്ഞാൽ അടുക്കുക. യുഅസിറു എന്ന് പറഞ്ഞാൽ സ്വാധീനം ചെലുത്തുക. യുഅരിദുഅൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തോട്ട് തിരിഞ്ഞു കളയുക. നഹദ എണീച്ച് പോവുക. ഗൈബത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം, അതേപോലെ തന്നെ സന്തോഷം എന്നുള്ള അർത്ഥമാണ്. ന്യാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യാമത്ത്. അതുപോലെ തന്നെ കുറച്ച് ഇബാറത്തുകൾ കൂടെ നൽകിയിട്ടുണ്ട്. അതും അതിൻ്റെ ആശയം കൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഒന്നാമതായിട്ടുള്ളത് യംലൗഹുമുൽ ഫഖ്റു, അവർക്കെന്താണ് ഫഖർ നിറഞ്ഞു, അവർക്ക് അഹങ്കാരം നിറഞ്ഞു. യുസീദുഹുൻ നസ്റു, അവർക്ക് വിജയം അതിനെ അധികരിപ്പിച്ചു. യുഷ്അലുഹും അൻ തിജാറത്തെയും വൈസ്രിഫു അൻ മറാഫഖത്തെയും, അവരുടെ കച്ചവടങ്ങളെ തൊട്ട് അത് അവരെ വ്യാപൃതമാക്കി. വൈസ്രിഫും അവരെ തൊട്ട് അവരെ തിരിച്ചു കളഞ്ഞു. അൻ മറാഫഖത്തെയും, അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ തൊട്ട്. ഇസ്ദാദൽ അറബു, അറബികൾ വർദ്ധിപ്പിച്ചു. ലി ഖുറൈശികൾക്ക് ഹുബ്ബൻ വ ഇക്റാമ, സ്നേഹത്തെയും ബഹുമാനത്തെയും. ലം യഖുദുഹ ഉജ്ബ, അവളെ അഹങ്കാരം പിടികൂടിയില്ല. വലം യംലിക്കുഹാ തീഹുൻ, അവളെ ഈ ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പിടികൂടിയിട്ടില്ല, ഉടമപ്പെടുത്തിയിട്ടില്ല. റഫഖ ബിഹി ഫി മുസാബിഹി, അദ്ദേഹത്തിൻ്റെ ദുരിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഒരു കൂട്ട് നൽകി. ഫയൻഹദ് മുസ്ലിയ, വളരെ ധൃതിയിൽ എണീച്ചു പോയി. ജലാൻ കൽബിഹി, അദ്ദേഹത്തിൻ്റെ കൽബിനെ തൊട്ട് നീക്കിക്കളഞ്ഞു. അൽ ഹുസിന, ദുഃഖത്തെ നീക്കിക്കളഞ്ഞു. ബഅദ അഹ്ദുഹു, അതിൻ്റെ കാലം വിദൂരമായിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നോക്കാനുള്ളത്. പ്രധാനമായിട്ടും ഈ നമുക്കറിയുന്ന കിസ്സ തന്നെയാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രം നോക്കി വെച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഈ അൽഫാദുകളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സമാനമായിട്ടുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.